പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട നബിയോട് ധാരാളത്വത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ നമുക്ക് വേറൊന്നിനും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടുതലാവാൻ വേണ്ടി ദുആ ചെയ്തതായിട്ട് അല്ലാഹു തആല കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, ഒരൊറ്റ വിഷയം ഒഴിച്ച്. അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അറിവില്ലായ്മ മാറി അറിവ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഖുൽ, നബിയെ താങ്കൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എന്റെ റബ്ബേ എനിക്ക് നീ ഇൽമ അധികരിപ്പിച്ചു തരണമേ, എനിക്ക് അറിവ്, താങ്കളുടെ പക്കലുള്ള അറിവിൽ നിന്നും എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നമുക്കറിയാം. നമ്മളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ അത് നമ്മുടെ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹം തന്നെ നമുക്ക് അറിയിച്ചു തരികയാണ്, ഇന്നമ അന അഅലമുക്കും ബില്ലാഹ്, ഇന്നമ അന അഅലമുക്കും ബില്ലാഹി വഖ്ശാകും ലഹു, തീർച്ചയായും ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതും ഞാനാണ്. എന്നിട്ട് പോലും അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിവ് കൂടുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. പിന്നെ നീ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, നീ ഈ സിയാദത്തുൽ ഇൽം, ഇൽമിലുള്ള വർധനവ് എന്ന് പറയുന്ന കാര്യം നിന്റെ ദുനിയാവിയായ വിഷയങ്ങളിലാണ് നിനക്കുണ്ടാവുന്നത്. പരലോകത്തെ വിഷയത്തിൽ, പരലോകത്തിന്റെ ആവശ്യമുള്ള അറിവിൽ നിനക്കുണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നീ വളരെയധികം സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ കോപം നിനക്ക് വന്ന് ഭവിക്കുമോ എന്ന് നീ വളരെയധികം പേടിക്കണം. അള്ളാഹു തആല അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു തആല ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഖുർആനിൽ തന്നെ നമുക്ക് പറഞ്ഞതായിട്ട് കാണാം, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ദുനിയാവിലുള്ള പ്രത്യക്ഷമായ കാര്യങ്ങൾ അവർക്കറിയാം, അവരറിയുന്നു, എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിലാകട്ടെ അവർ അശ്രദ്ധയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ തഫ്സീർ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിൽ വിശദീകരിച്ചത് കാണാം. അതായത് ദുനിയാവിയായിട്ടുള്ള ജോലികളുടെ ആ കാര്യങ്ങളിൽ എപ്പോഴാണ് നടേണ്ടത്, എപ്പോഴാണ് അത് പിന്നെ വിളവിനെടുക്കേണ്ടത്, എപ്പോഴാണ്, എങ്ങനെയാണ് പണിയേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്, ഇങ്ങനെ ജോലികളുടെ കാര്യത്തിൽ വളരെയധികം ദുനിയാവിയായിട്ടുള്ള വിഷയത്തിൽ അവന് വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവും. അവനക്ക് വാച്ചുകളെ പറ്റിയിട്ടും മൊബൈൽ ഫോണുകളെ പറ്റിയിട്ടും കാറുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അത്തറുകളെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവനക്ക് വ്യക്തമായിട്ടുള്ള അറിവുകളുണ്ട്. അവന് മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവൻ മുൻപന്തിയിലാണ്. എന്നാൽ അവൻ ദീനി വിജ്ഞാനം പഠിക്കുന്ന വിഷയത്തിൽ പഠിക്കുന്ന അവൻക്ക് സിയാദത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ആ അറിവിന്റെ വിഷയത്തിൽ അവൻ അശ്രദ്ധനാണ്. അത് തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അൽ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു തആല കോപിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിയിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ്, തീർച്ചയായും അല്ലാഹു തആല അഹങ്കാരിയും പരിശുദ്ധയുള്ളവനും അങ്ങാടികളിൽ ഒച്ചയിടുന്നവനുമായിട്ടുള്ള ഒരുത്തനെ, അള്ളാഹു അത്തരത്തിലുള്ള ഒരുത്തനോട്, അങ്ങനെയുള്ള എല്ലാ വ്യക്തിയെയും അള്ളാഹു തആല അവനോട് കോപിക്കുന്നു. അവനെപ്പറ്റി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജീഫത്തുൻ ബില്ലൈൽ, അവൻ രാത്രിയിൽ ശവമാണ്. അതായത് അവൻ പകൽ മുഴുവനും അധ്വാനിച്ച് അവൻ രാത്രിയിൽ, പകൽ മുഴുവൻ അവൻ ദുനിയാവിയായ വിഷയങ്ങളിൽ അവൻ മുഴുകിയിട്ടായിരിക്കും, രാത്രി മുഴുവൻ അവൻ ഉറക്കമായിരിക്കും, കുഴിമടിയനായിരിക്കും അവൻ. അതുപോലെ തന്നെ ഹിമാറുൻ നഹാർ, രാവിലെ പകൽ സമയത്ത് അവൻ കഴുതയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ള രാവിലെ പകൽ സമയത്ത് അവൻ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നവനായിരിക്കും. അവൻക്ക് ദുനിയാവിയായ വിഷയത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അവൻ എത്ര സമയം വേണമെങ്കിലും അവൻ പണിയെടുക്കാനും അവനെ അധ്വാനിക്കാനും അവൻ തയ്യാറാണ്. ആലിമും ബിദ്ദുനിയ, അവൻ ദുനിയാവിന്റെ വിഷയത്തിൽ ആലിമാണ്, പണ്ഡിതനാവണം. പല കാര്യങ്ങൾക്കും പല ബിസിനസ്സുകളെ പറ്റിയിട്ട് അവനക്കറിയാം. പക്ഷേ ജാഹിലും ബിൽ ആഖിറ, പരലോകത്തിനെ പറ്റിയിട്ട് അവൻ ജാഹിലാണ്, അറിവില്ലാത്തവനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിശേഷണമാണ് എനിക്കും നിനക്കും ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അല്ലാഹു തആല കോപിക്കുന്ന ആളുകളിൽ പെട്ടവരാണ് ഈ കൂട്ടത്തിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ.